ടെൻഷൻ ഉണ്ടാ? എനിക്കില്ല, അച്ഛനുണ്ട്. എന്ത് ടെൻഷൻ. ടെൻഷൻ ഉണ്ടോന്ന്? ടെൻഷൻ പിന്നെ ടെൻഷൻ ഇല്ലാതിരിക്കോ ചേട്ടാ? എന്റെ ഭാര്യ ഇവിടെ ലേബർ റൂമിൽ പ്രസവിക്കാൻ കയറിയല്ല, അല്ലാണ്ട് തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചിയല്ല പ്രസവിക്കാൻ കിടക്കണത്. തന്റെ ടെൻഷൻ കണ്ട അയൽക്കത്തെ ചേച്ചിയാണ് കിടക്കണേ തോന്നൂല. അതെനിക്ക് പണ്ടബദ്ധം പറ്റിയതാണ്. ഭാര്യ ഇട്ട് കഴിഞ്ഞ വിഷയവും. ടെൻഷനൊക്കെ മാറ്റും, ഒന്ന് കൂളാവ്, സമയത്ത് ഒന്ന് കൂളാവ്. ശരിയാണ് സുഹൃത്തെ, കൂളാവണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റണല്ല. ഒരു മിനിറ്റ്. യോഗേണ യോഗേണ യോഗല്ല, ശ്വാസം വലിച്ചപ്പോ ഒരു കൊതുക് മൂക്കിലോട്ട്. അല്ല, എന്റെ പേരെന്താ അറിയില്ലേ? കൊതുക്. തന്റെ പേരെന്താണ്? എന്റെ പേരാ? എന്റെ പേര് സതു. ചേട്ടന്റെ പേരെന്താണ്? ആദ്യത്തെ. കുട്ടി? ആദ്യത്തെ. ഭാര്യ? രണ്ടാമത്തെ. പിടികിട്ടിയില്ല. ചേട്ടന്റെ പേര്? ആദ്യത്തെ. കുട്ടി? ആദ്യത്തെ. ആദ്യത്തെ. ഭാര്യ? രണ്ടാമത്തെ. രണ്ടാം കെട്ടാണെന്ന്. ഓഹോ, ഇപ്പഴാട്ടോ പിടികിട്ടത്. ഭാര്യയുടെ പേരെന്താണ്? രൂപ. അയ്യോ, സെയിം പിച്ച്. എന്റെ ഭാര്യയുടെ പേര് രൂപയെന്നാണ്. ആണാ? ആ, കന്യാണോ? ഇല്ല, കഞ്ഞി ഉച്ചക്ക് കിട്ടുള്ളൂ. രാവിലെ ബ്രെഡ്, പാല്, മുട്ട. ഞാൻ കഴിച്ചു. കന്നിപ്രസവാണോന്ന് എന്റെ ചേട്ടന്റെ? എന്റെ ഭാര്യ അല്ല, രണ്ടാമത്തെ പ്രസവമാണ്. എന്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഭയങ്കര പ്രത്യേകതയുള്ള ഒരാളാണ്. ഭയങ്കര ഫാസ്റ്റാണ് അവളെല്ലാം. സാധാരണ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 മാസം കഴിഞ്ഞിട്ടില്ലേ ഭാര്യ പ്രസവിക്കാൻ. എന്റെ ഭാര്യ 4 മാസം കഴിഞ്ഞപ്പോൾ പ്രസവിച്ചു. അടിപൊളിയാണ് അവള്. മാസം തീയതി പ്രസവിച്ചായിരിക്കും. അങ്ങനെയൊന്നുമല്ല. ഓ, നല്ല പരിക്കച്ചക്ക പോലെ ഉണ്ട കൊച്ചി. 4 കിലോ ഉണ്ടായിരുന്നു എന്റെ കയ്യിലേക്ക് വന്നപ്പോ. എന്റെ കൈ 4 മാസം പ്രസവിച്ച കൊച്ച്. അവനിപ്പോ എന്ത് ചെയ്യുന്നു? അവനിപ്പോ LKG പഠിക്കണം. അടുത്ത വർഷം UKG പഠിക്കും. അതോടെ അവന്റെ പഠിത്തം നിർത്തും. UKG വരെ പഠിച്ച അവൻ എന്താവാനാ? അവന് LKG വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ എടുത്തു വിടുന്നു. ബുദ്ധി വേണം, സമ്മതിക്കണം. വിരൂപ. വിരൂപ തന്നെയാണ് എന്നെ തന്നെ വിളിക്കണം. സങ്കടമുണ്ട് സിസ്റ്ററെ, സങ്കടമുണ്ട്. ഒരാളുടെ മുഖത്ത് നോക്കി വിരൂപം വിളിക്കരുത്. ഞാൻ ഇച്ച സൗന്ദര്യം സമ്മതിച്ച്. പക്ഷെ എടോ, അതല്ല, വിരൂപ. രൂപയുടെ ആളാരാണെന്ന്. രൂപയുടെ ആളാരാണെന്ന് അറിഞ്ഞൂടെ? റിസർവ് ബാങ്ക് ഗവർണർ. അതിന്റെ പടമില്ലേ, പടം? അത് ഗാന്ധിജി. എടോ, അതല്ല, എന്റെ ദൈവമേ, അകത്ത് പേഷ്യന്റ് ഉണ്ട്. രൂപ. രൂപയുടെ ഹസ്ബൻഡ് ആരാണെന്നാ ചോദിച്ചത്. ഞാനാണ്. രൂപയ്ക്ക് 2 ഭർത്താക്കന്മാരാ? തിങ്കൾ ചൊവ്വ ബുധൻ ഞാൻ. വേഴം വെള്ളി ശനി ഞാൻ. ഞായറാഴ്ച പണ്ടേ ഹോളിഡേ അല്ലേ? ഞങ്ങൾക്കും വേണ്ട റെസ്റ്റ്. എന്റെ ദൈവമേ, മൊത്തം കൺഫ്യൂഷൻ. എന്റെ സിസ്റ്റർ അങ്ങനൊന്നുമല്ല. ഞങ്ങളുടെ 2 പേരുടെ ഭാര്യമാരുടെ പേര് രൂപയെന്നാണ്. ആണോ? ഏത് രൂപയുടെ ഭർത്താവിനാണ് വേണ്ടത്? ഭർത്താവിന്റെ പേര് പറഞ്ഞാൽ നല്ല മനസ്സിലാവും. ഒരു മിനിറ്റ്. അയ്യോ, അതെനിക്ക് അറിയത്തില്ലായിരുന്നു. ആദിത്ത്. അതവനാണ്. ഞാൻ രണ്ടാമത്തെ. അതെ, കൊച്ചു ഭയങ്കര ചവിട്ടും തൊഴിയാണെന്ന് പറയാൻ പറഞ്ഞു. ഒരു വടിയും എടുത്ത് അവന്റെ ചന്തിക്ക് 2 പൊട്ടിച്ച അവൻ നിർത്തോ നോക്കട്ടെ. എടോ, അതല്ല, വയറ്റിൽ കിടന്ന് കൊച്ചു ഭയങ്കര ചവിട്ടും തൊഴിയാണെന്ന് തന്നോട് പറയാൻ ഭാര്യ പറഞ്ഞു. ഇനി ഭാര്യയോട് ഞാൻ വല്ലതും പറയണോ? പറയണം. അവന് എന്റെ അത്ര സഹനശക്തി ഇല്ലാന്ന് പറഞ്ഞു. നമ്മുടെ കാര്യം എന്തായി? നമ്മുടെ കാര്യമാ. എന്റെ ഭാര്യയുടെ കാര്യം എന്തായിന്ന്? തന്റെ ഭാര്യക്ക് നല്ല പെയിൻ ഉണ്ട്, ഉടനെ പ്രസവിക്കും. ഉടനടി പ്രസവിക്കില്ലെന്ന് പറ. ഇപ്പൊ 12 മണിക്ക് പ്രസവിച്ചാൽ മതി എന്നാണ് ജോത്സ്യം പറഞ്ഞത്. എന്നാലും വൃശ്ചിക രാശിയിൽ നല്ല തക്കിടി മുണ്ടനായിട്ടുള്ള പൂവമ്പഴം പോലുള്ള കുട്ടികളെ കിട്ടുള്ളൂ. പൂവമ്പഴം പോലത്തെ കൊച്ചിനെ വേണമെങ്കിൽ തന്റെ ജോത്സ്യനോട് പറ, വന്ന് പ്രസവിപ്പിക്കാൻ പറ. അയാളെ വിളിച്ചു കഴിഞ്ഞാൽ അയാൾ ഒന്ന് പ്രസവം എടുക്കും. സമയമാകുമ്പോ പ്രസവിക്കും. അതൊക്കെ ദൈവത്തിന്റെ കയ്യിലായിരിക്കുന്നു. ഏത് ദൈവത്തിന്റെ കയ്യിൽ? 12 മണിക്ക് ശേഷം പ്രസവിച്ചാൽ മതി. പ്രാർത്ഥിക്കും 12 മണി മുമ്പ് പ്രസവിക്കാൻ. ടെൻഷൻ അല്ല. ജോത്സ്യൻ എന്നോട് പറഞ്ഞ ഒരു സമയം എന്താടോ? സമയം 12 ആയിട്ടുള്ളൂ. ഞാൻ കരുതി അതിന്റെ അതിൽ കൂടുതലായിട്ടുണ്ടാവുന്നു. അതിൽ കൂടുതലാവില്ല. 12 കഴിഞ്ഞ പിന്നെ 1 അല്ലേ? അത് കുറവാണ്. താൻ കഴിച്ചാ? ഞാൻ പുറത്തുനിന്ന് കഴിച്ചായിരുന്നു. തന്നെ അകത്ത് കയറ്റിയിരുത്തില്ലാരും പുറത്തുനിന്ന് കഴിക്കാനായിട്ട്. ഫ്രഷ് കോമഡി, ഫ്രഷ്. തന്റെ 12 മണിക്ക് കോമഡിയിലും പേരോടൂ. അതെ, ഭാര്യക്ക് കുറച്ച് ബ്ലഡ് വേണം. തന്റെ ഗ്രൂപ്പ് എന്തുവാ? എനിക്ക് 3 ഗ്രൂപ്പ് ഉണ്ട്. 10ാം ക്ലാസ്സിൽ ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ 8ാം ക്ലാസ്സിൽ, പിന്നെ നാട്ടില് ഇലകൾ പച്ച പൂക്കൾ. അതല്ല, തന്റെ ഭാര്യക്ക് കുറച്ച് ബ്ലഡ് വേണം. തന്റെ ഗ്രൂപ്പ് എന്തുവാ? A നെഗറ്റീവ്. A നെഗറ്റീവ്. അയ്യോ, അത് ചേർത്തില്ല. കുഴപ്പമില്ല, ഞാൻ ബാങ്കിൽ നിന്ന് എടുത്തോളാം. ഇതാണ് പറയുന്നത്. ഈ ബാങ്ക് ഭയങ്കര കഴുത്തറപ്പാ. എടോ, ബ്രെഡും ജാം ഒന്നും അല്ല, ബ്ലഡ് ബാങ്ക്. അത് തന്നെ സാധനം, ബ്ലഡ് ബാങ്ക്. സിസ്റ്റർ പോലെ എന്തായി നമ്മുടെ കാര്യം? താൻ
കൊറേ നേരമായി നമ്മുടെ കാര്യത്തിൽ. അതല്ലെന്ന് എന്റെ ഭാര്യയുടെ കാര്യം. എടോ തന്റെ ഭാര്യക്ക് പെയിൻ ഉണ്ട്, ചിലപ്പോ പെട്ടെന്ന് പ്രസവിക്കുമ്പോ പറയാം. പെട്ടെന്ന് പ്രസവിക്കേണ്ടെന്ന് പറയാം. ഇനി ഒരു 15 മിനിറ്റ് ഉണ്ട് 12 മണിയാവാനായിട്ട്. അതിനുശേഷം പ്രസവിച്ചില്ലെങ്കിൽ നമുക്ക് സിറോസിസ് ചെയ്ത് പുറത്തെടുക്കാം. ആ കുട്ടിയുടെ വയറ് കയറി പുറത്തെടുക്കാന്ന്. പൊന്നോ, അത് സിസേറിയൻ. തണക്കൊന്നും മിണ്ടാതെ ഇവിടെ നിൽക്കാവോ? അതെ സിസ്റ്റർ പോലെ. പിന്നെ എന്റെ ഭാര്യ പ്രസവിച്ച് കഴിയുമ്പോ കുട്ടി ആൺകുട്ടിയാണ്ടാ പെൺകുട്ടിയാണ്ടാന്ന് പറയണ്ട. എന്ത് പറയണം? അത് ഫ്രൂട്ട് ചേർത്ത് പറഞ്ഞാൽ മതി. ആൺകുട്ടിയാണെങ്കിൽ മാംഗോ എന്ന് പറയണം, പെൺകുട്ടിയാണെങ്കിൽ ആപ്പിൾ എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഈ ഫ്രൂട്ടിന്റെ ആളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജംഗ്ഷനിൽ 3 ഫ്രൂട്ട് കട നടത്തുന്നുണ്ട്. ആണോ? അപ്പൊ അത് ചേർത്ത് പറഞ്ഞാൽ ആൺകൊച്ചാണെങ്കിൽ മാംഗോ എന്ന് പറയണം, പെൺകൊച്ചാണെങ്കിൽ ആപ്പിൾ എന്ന് പറയണം. ഓക്കെ പറഞ്ഞു. ഓക്കേട്ടാ. ശരി ശരി. അതെ, ഈ പ്രസവം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാട്ടോ. താൻ പ്രസവിച്ചിട്ടുണ്ട് നോക്കുമ്പോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് ഭയങ്കര സംഭവമായിട്ട് തോന്നുന്നത്? ടെൻഷനും കൊണ്ട് പറഞ്ഞു പോയതാടാ. പിന്നെ അതേ കയറി പിടിക്കല്ലേ. ഞാൻ ഒന്നും കയറി പിടിക്കണില്ല എന്റെ പൊന്നെ. ആ 12 മണിയാവും 10 മിനിറ്റ് ഉണ്ട്. പ്രസവിച്ച് എനിക്ക് കാണണ്ട. ഇതെന്റെ കുഞ്ഞല്ല. 12 മണിക്ക് ശേഷം പ്രസവിക്കുന്നതാണ് എന്റെ കുഞ്ഞ്. എന്റെ കുഞ്ഞല്ല. ആര് പറഞ്ഞു തന്റെ കൊച്ചാണെന്ന്? അപ്പൊ എന്റെ കൊച്ചല്ലേ? എന്റെ ഭാര്യ പ്രസവിച്ച എന്റെ കൊച്ചല്ലാണ്ട് വേറൊരു തന്റെ കൊച്ചാവോ? പെണ്ണുങ്ങൾ എങ്ങനെ അതുകൊണ്ട് രണ്ടാമത് കെട്ടിയത്? ഇപ്പൊ എനിക്ക് DNA എടുക്കണം. എടോ ഇത് ഇങ്ങനെയുടെ കൊച്ചാണെന്ന്. എടാ എന്റെ ഭാര്യ നിന്റെ കൊച്ചിനെ പ്രസവിക്കണം. എടോ ഇത് ഇങ്ങനെയുടെ ഭാര്യ പ്രസവിച്ച ഇങ്ങനെയുടെ കൊച്ചാ. കൊച്ചു പിടിക്കും. ഇത് പെങ്കൊച്ചാണല്ലോ. ഇവിടെ കൊച്ചിനെ കമത്തിയാ പിടിച്ചേക്കണം, നേരെ പിടിക്കണോ? ആ കൊച്ചാ ഭയങ്കര ലീക്ക് ഒന്ന് മാറ്റി എടോ ഇത് ലീക്കായി മാറ്റാനായിട്ട് വാട്ടർ ടാങ്ക് അല്ല, താൻ കേട്ടിട്ടില്ലേ? ഉണ്ണിമൂത്രം പുണ്യാഹം. നേരത്തെ പറയണ്ടേ? നേരത്തെ പറഞ്ഞത് ഞാൻ ആദ്യം ചെയ്യില്ലേ? മാറ്റിട്ട് കൊണ്ടുതരാം കേട്ടോ. എന്തോ ഓർമ്മയില്ല? മാംഗോയും ആപ്പിളും. തന്നെ സമ്മതിക്കണോട്ടാ. കറക്റ്റ് 12 മണിയായി. ഈ സമയത്ത് പ്രസവിച്ചിരുന്നെങ്കിലുണ്ടല്ലോ അടിപൊളിയായിരുന്നു. തന്റെ ഭാര്യ പ്രസവിച്ച്. എനിക്ക് തോന്നി ഏത് ഫ്രൂട്ടാണ്? മാംഗോ ആണോ ആപ്പിൾ ആണോ? മാംഗോ ആപ്പിളൊന്നും അല്ല, ഫ്രൂട്ട് സലാഡ്. 2 മാംഗോയും 2 ആപ്പിളും. മനസ്സിലായില്ല. ഒറ്റ പ്രസവത്തിൽ 4 കുട്ടികള്. 4 വർഷം കൊണ്ട് പ്രസവിക്കേണ്ടതേ ഒറ്റ ദിവസം കൊണ്ട് സാധിച്ചു. തന്റെ ഭാര്യ ഫാസ്റ്റ് അല്ല, സൂപ്പർ ഫാസ്റ്റ് ആണ്. സന്തോഷായ? എങ്ങനെ സന്തോഷവും? അതിനകത്ത് ഒരു കൊച്ചന്റെയാണ്, ബാക്കി 3 എണ്ണം ആരുടെയൊക്കെയാണെന്ന് നീയും സിസ്റ്ററും പ്രസവം കൊടുത്ത ഡോക്ടറും പറഞ്ഞിട്ട് കൊടുത്ത് പോയാ മതി.